ഇന്ന് വളരെ സിമ്പിളും അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയാണ്. അപ്പോൾ ഉള്ളി ഞാൻ കുറച്ച് വലുതാക്കിയാണ് അരിഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അത്യാവശ്യത്തിന് വലുപ്പത്തിനാണ് ഞാൻ അരിഞ്ഞു കൊടുക്കുന്നത്. ഒരു മീഡിയം വലുപ്പമുള്ള 2 ഉള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളിക്ക് പകരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല തൈരാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ തൈര് ചേർക്കുമ്പോൾ ചിക്കന് കുറച്ച് സോഫ്റ്റ്നെസ് കൂടും. അതുപോലെ തന്നെ തക്കാളിക്ക് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ വലിയ ജീരകവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ജീരകവും ഗരം മസാലയാണെന്ന്. പൊതുവേ നമ്മൾ ഏത് പൊടികൾ ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടേസ്റ്റ് കുറവുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ കുറച്ച് ജീരകവും അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ സ്റ്റൗവിൽ വെക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ട് ഊറി വന്നിട്ടുണ്ട്. എന്നാലും നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യണം, കാരണം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടി കട്ടിയുള്ള പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഒരു പക്ഷേ ഇളക്കി കൊടുക്കേണ്ടി വരില്ല. ഓക്കെ, അത് വീണ്ടും അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം പാകമായിട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഇരുണ്ട നിറം അത്രയ്ക്ക് അറിയുന്നില്ല, ഒന്നും കൂടെ ഇരുണ്ടിട്ടാണ് നമ്മുടെ ചിക്കൻ ഇരിക്കുന്നത്. ഓക്കെ, ചിക്കൻ നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം തുടക്കത്തിൽ നമ്മൾ കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ കൂടിയാണ് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തത്. അടച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വേവിക്കുന്നത്. കൂടുതലായിട്ടും സിമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ, കിഴങ്ങും അതുപോലെ തന്നെ വലിയ ഉള്ളിയും അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വേവിക്കാവുന്നതാണ്. കിഴങ്ങും ഉള്ളിയൊന്ന് വെന്ത് കഴിഞ്ഞെന്ന് തോന്നുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഫൈനലി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കരിവേപ്പിലയാണ്. അത് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്, കരിവേപ്പിലയുടെ ഫ്ലേവർ. അതിനുശേഷം ചിക്കൻ വരട്ടിയത് സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കരിവേപ്പില ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഈ ഒരു സിമ്പിൾ ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.